നമസ്കാരം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. നിരവധി വാർത്തകളുള്ള ഒരു ദിവസമാണ്. പ്രത്യാരോപണങ്ങളുണ്ട്, ഒപ്പം യുദ്ധത്തിന്റെ വാർത്തകളുണ്ട്. നമ്മൾ വിശദമായി ഓരോ വാർത്തകളിലേക്കും കടക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സർക്കാർ പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് KSU ഉന്നയിച്ച വിമർശനങ്ങളിൽ കോൺഗ്രസിൽ ചേരിപ്പോര് കനക്കുകയാണ്. തിരുവനന്തപുരം ലോ കോളേജ് യൂണിറ്റ് കമ്മിറ്റി പ്ലീഡർ നിയമനത്തിൽ ഉന്നയിച്ച ആക്ഷേപങ്ങളോട് സതീശൻ നടത്തിയ പരിഹാസ രൂപേണയുള്ള പ്രതികരണം KSU പ്രവർത്തകർക്കിടയിൽ വലിയ അതൃപ്തി ഉണ്ടാക്കിയിരുന്നു. പിന്നാലെ ഇത് KC പക്ഷം ഏറ്റെടുത്തു. ഇന്നിതിൽ ചേരിതിരിഞ്ഞുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടായതോടെ പോര് പരസ്യമായിരിക്കുകയാണ്. ആസൂത്രിതമായ നീക്കത്തിനെതിരെ ശക്തമായി നിലപാടെടുക്കാനാണ് VD സതീശൻ പക്ഷത്തിന്റെ നീക്കം. അപ്പോൾ എന്താണ് കോൺഗ്രസിൽ പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് ഉരുത്തിരിയുന്ന പുതിയ സാഹചര്യം എന്നതാണ് ആദ്യം നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ബുധനാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു KSUവിനെതിരെ മുഖ്യമന്ത്രി VD സതീശൻ രംഗത്തെത്തിയത്. ഗവൺമെന്റ് പ്ലീഡറായി സജീവ RSS ബന്ധമുള്ള വ്യക്തിയെ നിയമിച്ചതിനെക്കുറിച്ചുള്ള KSU വിമർശനത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദ്യമുന്നയിക്കുമ്പോഴായിരുന്നു VD സതീശന്റെ വിമർശനം. തിരുവനന്തപുരത്തെ KSU ആണോ ഗവൺമെന്റ് പ്ലീഡറെ നിയമിക്കുന്നതെന്നായിരുന്നു VD സതീശൻ ചോദിച്ചത്. KSUവിന് ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ എന്ത് കാര്യമെന്ന് ചോദിച്ച VD സതീശൻ ഒരു കാര്യവുമില്ല എന്നും പറഞ്ഞിരുന്നു. ഇതാണ് ഇപ്പോഴത്തെ പരസ്യ വിഴുപ്പലക്കലിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പരാമർശത്തിൽ പ്രതിഷേധിച്ച് KSUവിന്റെ അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് അതൃപ്തി അറിയിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കൂടിക്കാഴ്ചയ്ക്ക് അനുമതി ലഭിച്ചിരുന്നില്ല. അത് ഇന്നലെ നമ്മൾ കണ്ടതാണ്. ഇന്ന് തർക്കം നിലനിൽക്കുന്നതിനിടെ ആണ് VD സതീശനും അലോഷ്യസ് സേവ്യറും ഒരേ ചടങ്ങിൽ എത്തുന്നത്. കൊച്ചി SH കോളേജിലെ പരിപാടിയിലാണ് മുഖ്യമന്ത്രി VD സതീശനും അലോഷ്യസ് സേവ്യറും ഒരുമിച്ചെത്തിയത്. ഈ പരിപാടിയിൽ അലോഷ്യസ് സേവ്യർ പങ്കെടുത്തിരുന്നു. വേദിയിൽ സംസാരിച്ചതിന് ശേഷം പുറത്തിറങ്ങിയ മുഖ്യമന്ത്രി അലോഷ്യസ് സേവ്യറെ കാണാതെ മടങ്ങുകയായിരുന്നു. സതീശനെ കാണാൻ അലോഷ്യസ് കാത്തുനിന്നുവെങ്കിലും VD സതീശൻ മുഖം കൊടുത്തില്ല. മുഖ്യമന്ത്രി ആയതിനു ശേഷം ആദ്യമായാണ് VD സതീശൻ ഈ കലാലയത്തിലെത്തുന്നത്. അവിടെയാണ് ഇത്തരമൊരു നാടകീയ സംഭവങ്ങളും ഉണ്ടായത്. ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ സർക്കാരിന് പിശക് പറ്റിയത് ചൂണ്ടിക്കാട്ടുക മാത്രമാണ് ചെയ്തതെന്നും ചിരിക്കുന്നതാണ് തന്റെ രാഷ്ട്രീയമെന്നും അലോഷ്യസ് സേവ്യർ പിന്നീട് പ്രതികരിച്ചു. ഞങ്ങളുടെ എതിർദിശയിൽ നിന്നുകൊണ്ട് വലിയ രീതിയിലേക്കുള്ള അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു കൂട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തി UDF ഭരിക്കുന്ന ഈ കാലഘട്ടത്തെ ഗവൺമെന്റ് പ്ലീഡറായി കടന്നു വരുമ്പോൾ എന്റെ പ്രവർത്തകർ KSU യൂണിറ്റ് കമ്മിറ്റിയുടെ പ്രതിനിധികൾ ഉയർത്തുന്ന വികാരത്തോട് ചേർന്ന് നിൽക്കുക എന്നതാണ് എന്റെ രാഷ്ട്രീയം, ഞാൻ പഠിച്ച രാഷ്ട്രീയം. അത് ഈ സർക്കാരിന്റെ മുൻപിൽ ചൂണ്ടിക്കാണിച്ചു എന്നത് മാത്രമാണ് KSU സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ ചെയ്തതൊരു തെറ്റ്. അത് തെറ്റാണെന്ന് ഈ സർക്കാരിന് തോന്നുന്നുണ്ടെങ്കിൽ ആ തെറ്റുകൾ ഇനിയും ആവർത്തിക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ നേരിട്ട് വിമർശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അതിനൊരു വിമർശനമായി കണക്കാക്കേണ്ട കാര്യം ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഒരു പോരായ്മ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി, അത് ചൂണ്ടിക്കാണിച്ചു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോ ഇന്ന് ഈ വിഷയത്തിലുള്ള അതൃപ്തി പരസ്യമായി പ്രകടിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ VD സതീശൻ ചെയ്തിരിക്കുന്നത്. വിദ്യാർത്ഥി സംഘടനാ നേതൃത്വം നേരത്തെ KSU ഈ വിഷയത്തിൽ വിദ്യാർത്ഥി സംഘടനാ നേതൃത്വങ്ങൾ നേരത്തെ തന്നെ വിമർശനം ഉന്നയിച്ചിരുന്നതാണ്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പരസ്യ പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. അതിൽ AP അനിൽകുമാർ രംഗത്ത് വന്നു. നമുക്കറിയാം AP അനിൽകുമാർ KC വേണുഗോപാലിന്റെ ഏറ്റവും വിശ്വസ്തനാണ്. വിമർശനങ്ങൾക്ക് പരിധിയുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. KSUമായി ബന്ധപ്പെട്ട് KSU എന്ന സംഘടനയുടെ പ്രാധാന്യം പറഞ്ഞുകൊണ്ട് ശരിക്കും ഈ വിഷയത്തിൽ എന്താണ് നിലപാട് എന്നത് വ്യക്തമാക്കുകയാണ് AP അനിൽകുമാർ ചെയ്തത്. പരാതികളും പ്രയാസങ്ങളും നേതൃത്വത്തെ അറിയിക്കാം. വിദ്യാർത്ഥി സംഘടനയ്ക്ക് നേതൃത്വം അത് ഗൗരവമായി എടുക്കും. അതിന്റെ പേരിൽ പരിധിവിട്ട വിമർശനങ്ങൾ പാടില്ല എന്നും പറയുകയായിരുന്നു AP അനിൽകുമാർ. പാർട്ടിയും സർക്കാരും രണ്ട് തട്ടിലല്ല എന്നും AP അനിൽകുമാർ വ്യക്തമാക്കിയിരുന്നു. അനിൽകുമാറിന്റെ പ്രതികരണം കൂടി കാണാം. അല്ല, അത്തരം അതൃപ്തികളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ അവരത് പറയാം, ലീഡർഷിപ്പിനോട് പറയാം. അപ്പോൾ ആ ലീഡർഷിപ്പിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡർഷിപ്പ് അത് ഗൗരവമായിട്ട് എടുക്കും, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ പേരിൽ
പരിധി വിട്ട അഭിപ്രായ പ്രകടനങ്ങൾ പാടില്ല. അത് വിമർശനങ്ങൾ എപ്പോഴും ക്രിയാത്മകമായിരിക്കണം, സദുദ്ദേശപരമായിരിക്കണം. അത്തരത്തിൽ ഉള്ള വിമർശനങ്ങളെ അതേ രീതിയിൽ തന്നെ കാണുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഒരു സംസ്കാരം. അപ്പോൾ അതല്ലാതെ അങ്ങനെ അവരോട് യുദ്ധം ചെയ്യാനൊന്നും ആരും പോകാറില്ല. എക്കാലത്തും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കത് പുതുമയായിട്ട് തോന്നേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ വിമർശനങ്ങൾ അതിൻ്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യുക, അതിനപ്പുറത്തേക്ക് പോകരുത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാൻ. ഇപ്പോൾ എല്ലാ കാലത്തും വിദ്യാർത്ഥി സംഘടനകൾ ഇക്കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നത് ഓർമ്മിപ്പിക്കുകയാണ് AP അനിൽകുമാർ. അത് കഴിഞ്ഞ ദിവസങ്ങളിലെ ചർച്ചയുമായി കൂടി ചേർത്ത് വെച്ച് നമ്മൾ പറയണം. VD സതീശൻ തന്നെ, ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തുള്ള VD സതീശൻ തന്നെ ഈ തിരുത്താൻ അതിന് പ്രായം ഒരു ഘടകമല്ല എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ പ്രതികരണം, അദ്ദേഹത്തിൻ്റെ പഴയ പ്രതികരണം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് AP അനിൽകുമാർ, അല്ലെങ്കിൽ അതിനെ കൂട്ടിയിണക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ഈ വിഷയത്തിൽ വന്നിരിക്കുന്നത്. പ്ലീഡർ നിയമന വിവാദത്തിൽ പരോക്ഷ വിമർശനവുമായി മാത്യു കുഴൽനാടൻ MLAയും ഇന്ന് രംഗത്ത് വന്നു. ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെ തെരഞ്ഞെടുത്ത സർക്കാരാണ് ഇപ്പോഴത്തേത് എന്ന് പറയുന്നു. ആ ഉത്തരവാദിത്വം പാലിക്കേണ്ട ബാധ്യതയുണ്ട് സർക്കാരിനെന്നതാണ് കുഴൽനാടൻ ചൂണ്ടിക്കാട്ടിയത്. എരുതിയിൽ എണ്ണ ഒഴിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കൂടുതൽ പറയുന്നില്ല എന്ന സന്ദേശം ഈ വിഷയത്തിൽ മാത്യു കുഴൽനാടൻ നൽകുന്നത്. ജനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി അധികാരത്തിലെത്തിയ ഒരു സർക്കാരാണ്. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്ന് പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്തം എല്ലാവർക്കും ഉണ്ട്. അത് മാത്രം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരണം എന്നതാണ് മാത്യു കുഴൽനാടൻ സൂചിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി KSU നേതാക്കളെ വൈകാതെ കാണുമെന്നാണ് പ്രതീക്ഷയെന്ന് KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസും പറഞ്ഞു. എന്തെങ്കിലും തിരക്കുകൊണ്ടായിരിക്കും കഴിഞ്ഞ ദിവസം കാണാൻ കഴിയാതെ പോയത്. മുഖ്യമന്ത്രി യുവജന നേതാക്കളെ കാണാത്തതിന് കാരണം അദ്ദേഹത്തിനെ അറിയാവൂ എന്നും ദീപ്തി മേരി വർഗീസ് പറഞ്ഞു. പ്രത്യക്ഷത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ എന്ന് തോന്നുന്ന തരത്തിലല്ല പ്രതികരണമെങ്കിലും ഈ KC പക്ഷത്തോട് അല്ലെങ്കിൽ KCയോട് അടുത്ത് നിൽക്കുന്ന നേതാക്കളെല്ലാം മുഖ്യമന്ത്രിക്കെതിരായ പരാമർശങ്ങൾ തന്നെയാണ്, അതായത് KSUവിനെ അനുകൂലിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ തന്നെയാണ് നടത്തുന്നത്. ദീപ്തിയുടെ പ്രതികരണം കൂടി കേൾക്കാം. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയും കേരള വിദ്യാർത്ഥി യൂണിയനിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം കേരള വിദ്യാർത്ഥി യൂണിയനെ എതിരായിട്ട് പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ അദ്ദേഹം KSU പ്രസിഡന്റിനെ കാണാത്തതിന്റെ കാരണം അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ. അതിനെന്തെങ്കിലും ചിലപ്പോൾ അസൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. വരും ദിവസങ്ങളിൽ അദ്ദേഹം കാണുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളെപ്പോലുള്ളവരൊക്കെ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തന്നെയാണ്. എല്ലാ കാര്യങ്ങളും KSUവിനോട് ആലോചിച്ച് തീരുമാനിക്കാൻ കഴിയുമോ എന്നാണ് മന്ത്രി റോജി M. ജോൺ ചോദിച്ചത്. ഭരണപരമായ കാര്യങ്ങൾ സർക്കാർ തീരുമാനിക്കും. മുഖ്യമന്ത്രിയെ കാണാൻ ആർക്കും സാധിക്കും. പഴയ മുഖ്യമന്ത്രിയെ പോലെ കടക്ക് പുറത്തെന്ന് പറയുന്ന ഭരണ സംവിധാനമല്ല എന്നതാണ് റോജി M. ജോൺ സൂചിപ്പിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കാണാൻ, മന്ത്രിമാരെ കാണാൻ ഇവിടെ ആർക്കും ഒരു തടസ്സവുമില്ല. അത് മുൻകൂട്ടി അനുവാദം വേണ്ട, അത് കാണാം. നിങ്ങൾ അതിനപ്പുറത്തേക്ക് നിങ്ങൾ കൂടുതൽ അതിനകത്ത് വായിക്കാൻ പോകുമ്പോഴാണ് ഈ കുഴപ്പമുണ്ടാവുന്നത്. നിങ്ങൾ അതിനകത്ത് കൂടുതൽ വായിക്കാതിരുന്നാൽ ഇതൊരു കുഴപ്പമില്ല. KSU തീരുമാനിക്കേണ്ട കാര്യം KSU തീരുമാനിക്കും. കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കേണ്ട കാര്യം കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കും. യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും INTUസും ഇങ്ങനെ ഈ പാർട്ടിക്ക് ഒത്തിരി സംഘടനകളുണ്ട്. അവരൊക്കെ തീരുമാനിക്കേണ്ട കാര്യങ്ങൾ അവരവർ തീരുമാനിക്കും. ഗവൺമെന്റിന് ഭരണപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഗവൺമെന്റും ചെയ്യും. ഓരോ കാര്യങ്ങളും നമ്മളെല്ലാവരും അതിനൊക്കെ ഓരോ സംവിധാനം, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് അതിൻ്റെതായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. എല്ലാ കാര്യവും KSUവിനോട് ആലോചിച്ചിട്ടോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിനോട് ആലോചിച്ചിട്ടോ അങ്ങനെയൊക്കെ അല്ല ചെയ്യുന്നത്. അത് ഓരോ കാര്യങ്ങൾ ബന്ധപ്പെട്ടവരുമായി ആലോചിച്ച് തക്കതായ സമയത്ത് തീരുമാനങ്ങൾ എടുത്തായിരിക്കും പാർട്ടി മുന്നോട്ട് പോകുന്നത്. എല്ലാ കാര്യവും യൂത്ത് കോൺഗ്രസിനോട് ആലോചിച്ച് ചെയ്യാൻ കഴിയില്ല എന്നതാണ് റോജി M. ജോൺ പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ സംവിധാനത്തിനുള്ളിൽ നടക്കുന്നത് എന്നത് ചൂണ്ടിക്കാട്ടുകയാണ് റോജി M. ജോൺ ചെയ്തിരിക്കുന്നത്. പ്രത്യക്ഷത്തിൽ അത് VD സതീശൻ പറഞ്ഞതിനോട് സാദൃശ്യം അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന പ്രതികരണമാണ് റോജി M. ജോൺ ഈ വിഷയത്തിൽ നടത്തിയിരിക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രിയെ VD സതീശനെ അനുകൂലിച്ചുകൊണ്ട് തന്നെ K. മുരളീധരൻ ഈ വിഷയത്തിലും രംഗത്തെത്തുന്നത് കൂടി നമ്മൾ കണ്ടു. KSUവിനെതിരായ മുഖ്യമന്ത്രി VD സതീശന്റെ പരാമർശത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് തന്നെയാണ് നിൽക്കുന്നത്. മുഖ്യമന്ത്രി KSUവിനെ തള്ളി പറഞ്ഞിട്ടില്ല എന്നും മുഖ്യമന്ത്രിയെ കാണാൻ ആർക്കും തടസ്സമില്ല എന്നുമാണ് K. മുരളീധരൻ പറയുന്നത്. നമ്മുടെ കുട്ടികളല്ലേ KSUക്കാർ, മുഖ്യമന്ത്രിയെ കാണാൻ അവർക്കൊരു തടസ്സവുമില്ല. വൈകിട്ട് 4 മുതൽ എല്ലാവരെയും മുഖ്യമന്ത്രി കാണുന്നുണ്ട്. ഇത്രയും ജനകീയനായ ഒരു മുഖ്യമന്ത്രി അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല എന്നും K. മുരളീധരൻ പറയുകയാണ്. അദ്ദേഹം എന്തായാലും ഈ വിഷയത്തിലും VD സതീശനൊപ്പം നിൽക്കുകയാണ്. KC വേണുഗോപാൽ ഈ വിഷയത്തിൽ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല എങ്കിലും അനുകൂലികളെ രംഗത്തിറക്കിയത്
VD പക്ഷത്തെ വലുതായി ചൊടിപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കാത്തതിലെ അതൃപ്തി KC പക്ഷം പ്രകടിപ്പിക്കുന്നതായാണ് VD സതീശൻ പക്ഷം ഈ വിഷയത്തിൽ ഉയരുന്ന ഈ പ്രതികരണങ്ങളെ കാണുന്നത്. ഒട്ടും വിട്ടുവീഴ്ച വേണ്ട എന്ന ഒരു നിലപാടിലേക്ക് കൂടി VD സതീശൻ പക്ഷം എത്തുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. ഇതിന്റെ ഭാഗമാണ് കോൺഗ്രസിലെ മാധ്യമ വക്താക്കളെ നീക്കണമെന്ന് VD സതീശൻ പക്ഷം ഇപ്പോൾ ആവശ്യപ്പെടുന്നതിന്റെ കാരണം. ജിൻഡോ ജോണിനെയും VR അനൂപിനെയും വക്താക്കൾ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് KPCCക്ക് കത്ത് നൽകിയിരിക്കുകയാണ് VD സതീശൻ പക്ഷം. എറണാകുളം DCC ജനറൽ സെക്രട്ടറി രാജു P. നായരാണ് ഈ കത്ത് നൽകിയിരിക്കുന്നത്. KPCC പ്രസിഡന്റിനും മാധ്യമ വിഭാഗം ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിനുമാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ വിമർശിച്ചവർ വക്താക്കളായി തുടരുന്നത് പാർട്ടിക്ക് തിരിച്ചടിയാകും എന്നതാണ് പരാതിയിൽ രാജു P. നായർ ചൂണ്ടിക്കാട്ടുന്നത്. വന്ന വഴികളും കൈപിടിച്ച മനുഷ്യരും വെറും ചവിട്ടുപടികൾ മാത്രമാണ്. പട്ടാഭിഷേകം കഴിഞ്ഞാൽ വാഗ്ദാനങ്ങൾ മറക്കുന്നത് രാജശീലമാണ് എന്നതാണ് KPCC വക്താവ്. നമുക്കറിയാം, ചാനൽ ചർച്ചകളിലൊക്കെ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചു വരുന്ന ജിൻഡോ ജോൺ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നത് പറഞ്ഞതെല്ലാം മറക്കാനുള്ളത് മാത്രമാണെന്നാണ് സാരം. എന്തൊക്കെയായിരുന്നു എന്നതൊക്കെയാണ് ജിൻഡോ ജോൺ ഈ വിമർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. നേരത്തെ ഈ ജാതിവാലുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പരസ്യമായി തന്നെ ജിൻഡോ ജോൺ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ്. അതുപോലെ VR അനൂപും കോൺഗ്രസിന്റെ വക്താവാണ്, ചാനൽ ചർച്ചകളിലെ സ്ഥിരം മുഖമാണ്. VR അനൂപും ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. നേരത്തെ ജാതിവാൽ വിഷയത്തിലും VR അനൂപ് പ്രതികരിച്ചിരുന്നു. ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കളായ ശശികലയോടും RV ബാബുവിനോടും കാണിച്ച അനുഭാവം എങ്കിലും കോൺഗ്രസ് KSU നേതാക്കൾ അർഹിക്കുന്നുണ്ട് എന്നതായിരുന്നു VR അനൂപ് വ്യക്തമാക്കിയത്. അപ്പോൾ അവരുടെ അവകാശമാണ് അത് എന്നതൊക്കെ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ ഇവരെ ഇനി ചാനൽ ചർച്ചകളിൽ നിന്ന് വിലക്കണം എന്നതാണ് ഇപ്പോൾ VD സതീശൻ പക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്നത്. തുടർച്ചയായ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിക്കെതിരെ നിലപാടെടുക്കുന്നു പരസ്യമായി എന്നതാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ വലിയ ചേരിതിരിവ് രൂപപ്പെട്ടിരിക്കുന്നു എന്നതാണ് പരസ്യമായിട്ടുള്ള ഈ അഭിപ്രായ പ്രകടനങ്ങളിലൂടെ വ്യക്തമാകുന്നത്. നമുക്കറിയാം, വിഴിഞ്ഞം വിഷയത്തിൽ നേരിട്ട് KC വേണുഗോപാൽ തന്നെ അതിൽ രംഗത്ത് വന്നിരുന്നു. അദാനി എല്ലാ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിലും പരസ്യമായി പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. അത് മുഖ്യമന്ത്രിക്കെതിരായ പ്രതികരണമാണ്. മുഖ്യമന്ത്രി സ്വന്തം തീരുമാനങ്ങൾ മറ്റാരോടും ആലോചിക്കാതെ തീരുമാനങ്ങൾ എടുക്കുന്നു, അതിൽ ധാർഷ്ട്യം തുടരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ വിജയത്തിനു വേണ്ടി തെരുവിലിറങ്ങിയ യുവജന സംഘടനകളെ തള്ളിപ്പറയുന്നു എന്നതാണ് ഉയരുന്ന വിമർശനം. എന്തായാലും ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ പ്രതികരണങ്ങളിൽ മുഖ്യമന്ത്രി തന്നെ മാധ്യമങ്ങളെ കാണുമ്പോൾ വിശദീകരിക്കും കാര്യങ്ങൾ എന്നതാണ് കരുതുന്നത്. എന്തായാലും ഇപ്പോൾ KPCCക്ക് VD സതീശൻ പക്ഷം പരാതി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിലെന്ത് നടപടി ഉണ്ടാകുന്നു എന്നതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടുന്നതാണ്. വലിയ പ്രതീക്ഷയിലായിരുന്നു മലയാളികൾ. ടാറ്റയുടെ നിക്ഷേപം കേരളത്തിലേക്ക് വരുന്നു എന്നതായിരുന്നു കഴിഞ്ഞ ദിവസം വന്ന വാർത്ത. അത് വലിയ പ്രതീക്ഷ നൽകുന്നതായിരുന്നു. സംസ്ഥാനത്ത് 10,000 കോടിയുടെ നിക്ഷേപം നടത്താൻ ടാറ്റ ഗ്രൂപ്പ് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് എന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകളായിരുന്നു ഇതിനടിസ്ഥാനം. എന്നാൽ കപ്പൽ നിർമ്മാണശാലയ്ക്കായി നിക്ഷേപം നടത്തുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തള്ളിയിരിക്കുകയാണ് ടാറ്റ ഗ്രൂപ്പ്. കേരളത്തിലെന്നല്ല, ദക്ഷിണേന്ത്യയിൽ തന്നെ ഇത്തരമൊരു പദ്ധതി ആലോചിച്ചിട്ടില്ല എന്നതാണ് ടാറ്റയിലെ മുതിർന്ന എക്സിക്യൂട്ടീവിനെ ഉദ്ധരിച്ച് എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതോടെ VD സതീശൻ എന്തുറപ്പിലാണ് ടാറ്റ ഗ്രൂപ്പിന്റെ നിക്ഷേപത്തെക്കുറിച്ച് പറഞ്ഞത് എന്നതിൽ വലിയ വിവാദം നടക്കുന്നു. മുഖ്യമന്ത്രി തന്നെ ഇതിൽ വ്യക്തത വരുത്തേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ നോക്കിയാൽ, കപ്പൽ നിർമ്മാണ മേഖലയിൽ കേരളത്തിൽ വൻ നിക്ഷേപം നടത്താൻ താൽപര്യം പ്രകടിപ്പിച്ച് ടാറ്റ ഗ്രൂപ്പ് വരുന്നു എന്നതായിരുന്നു വാർത്ത. സംസ്ഥാനത്ത് 10,000 കോടിയുടെ നിക്ഷേപം നടത്താൻ ടാറ്റ ഗ്രൂപ്പ് സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ഒരു അഭിമുഖത്തിൽ പറയുകയായിരുന്നു. ടാറ്റയുടെ അപേക്ഷ വിശദമായി പരിശോധിച്ച് ഭൂമി നൽകുന്നതടക്കമുള്ള കാര്യങ്ങളിൽ 1 മാസത്തിനകം തീരുമാനം എടുക്കും എന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. സംസ്ഥാനത്തിന്റെ താൽപര്യം സംരക്ഷിച്ച് മാത്രമേ സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കൂ എന്നും ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ VD സതീശൻ പറഞ്ഞു. Tata is ready to invest on shipbuilding. We are going to provide the land to the Tata Group. Okay. For investing for 10,000 crores investment for shipbuilding. Many other companies are coming. Many other companies. Yeah. The vessels, cruise vessels, river cruise. And the Tata one, what does it involve? The Tata proposal?
Tata's proposal, it is 10,000 crores proposal. Yeah. We are discussing on that. It will be finished within 1 month. ഒരു മാസത്തിനകം ചർച്ചകൾ പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പറഞ്ഞ വിഷയത്തിലാണ് ടാറ്റയുടെ പ്രതികരണം ഇപ്പോൾ വരുന്നത്. ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന്. കേരളത്തെ കടൽ ശക്തിയാക്കാൻ മിഷൻ സമുദ്ര എന്ന പദ്ധതി വി ഡി സതീശൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. വിഴിഞ്ഞത്ത് മദർഷിപ്പ് നിർമ്മാണം, അറ്റകുറ്റപ്പണി എന്നിവയ്ക്കായി കപ്പൽശാല സ്ഥാപിക്കുമെന്ന ബജറ്റ് പ്രഖ്യാപനത്തിന്റെ തുടർ നടപടികളിലേക്കായി ആവേശപൂർവ്വം കാതോർക്കുകയായിരുന്നു കേരളത്തിലെ നിക്ഷേപകർ. ഈ പശ്ചാത്തലത്തിലാണ് ടാറ്റയുടെ രംഗപ്രവേശം സംബന്ധിച്ച വാർത്ത വന്നത്. അത് വലിയ പ്രതീക്ഷയോടെ എല്ലാവരും ഏറ്റെടുത്തത്. വാർത്ത പരന്നതിന് പിന്നാലെ വിശദീകരണവുമായി ടാറ്റ ഗ്രൂപ്പ് രംഗത്ത് വന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രഖ്യാപിച്ച കപ്പൽ നിർമ്മാണ പദ്ധതിയെപ്പറ്റി അറിയില്ല എന്നതാണ് ടാറ്റ ഗ്രൂപ്പ് പ്രതികരിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കേട്ട് അമ്പരന്നുവെന്നും 10,000 കോടിയുടെ നിക്ഷേപത്തിനുള്ള സന്നദ്ധത അറിയിച്ചിട്ടില്ല എന്നും ടാറ്റ ഗ്രൂപ്പ് വ്യക്തമാക്കിയിരിക്കുന്നു. ടാറ്റ ഗ്രൂപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് എക്കണോമിക് ടൈംസ് ആണ് വാർത്ത പുറത്തുവിട്ടത്. കേരളത്തിലെന്നല്ല ഒരിടത്തും കപ്പൽ നിർമ്മാണശാലയ്ക്കായി നിലവിൽ നിക്ഷേപം നടത്തുന്നില്ല എന്നതാണ് ടാറ്റ ഗ്രൂപ്പ് വ്യക്തമാക്കിയിട്ടുള്ളത്. 10,000 കോടിയുടെ നിക്ഷേപം നടത്താൻ ടാറ്റ ഗ്രൂപ്പ് സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ അവകാശവാദം. ആ അവകാശവാദം എങ്ങനെ വന്നു? കേരളത്തെ കടൽ ശക്തിയാക്കാൻ മിഷൻ സമുദ്ര പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നല്ലോ ഈ പ്രഖ്യാപനം. വിഴിഞ്ഞത്തിന് കപ്പൽ നിർമ്മാണശാലയ്ക്കായി ടാറ്റ ഗ്രൂപ്പിന്റെ 10,000 കോടിയുടെ നിക്ഷേപ താൽപര്യം എന്ന പ്രതികരണം മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടായതെങ്ങനെയാണ്? പ്രാഥമിക ചർച്ചകൾ പോലും ഇല്ലാത്ത ഒരു വിഷയത്തിലാണോ മുഖ്യമന്ത്രി ഈ അവകാശവാദം പരസ്യമായി ഉന്നയിച്ചത്? അപേക്ഷ വിശദമായി പരിശോധിച്ച ശേഷം സർക്കാർ തീരുമാനമെടുക്കും എന്നുവരെ ആ അഭിമുഖത്തിൽ വി ഡി സതീശൻ പറയുന്നുണ്ട്. തുടർന്ന് കപ്പൽ നിർമ്മാണശാലയ്ക്ക് ആവശ്യമായ സ്ഥലം അനുവദിക്കും എന്നതും സർക്കാർ ഏറ്റെടുത്ത് നൽകും എന്നതും പറയുന്നുണ്ട്. ടാറ്റ ഗ്രൂപ്പിന്റെ നിർദ്ദേശത്തെ സംസ്ഥാന സർക്കാർ അനുകൂലമായാണ് കാണുന്നത്. 1 മാസത്തിനകം ഇതിന് അംഗീകാരം നൽകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വി ഡി സതീശൻ പറഞ്ഞിരുന്നു. ഇതൊക്കെ ഒരു മുഖ്യമന്ത്രിക്ക് വെറുതെ പറയാൻ പറ്റുമോ? ടാറ്റ ഗ്രൂപ്പ് തന്നെ ഈ അവകാശവാദം നിഷേധിച്ച് രംഗത്ത് വന്നതോടെ സമൂഹ മാധ്യമങ്ങളിലടക്കം ഇപ്പോൾ നിശിതമായ വിമർശനവും പരിഹാസവുമാണ് മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ ഉയരുന്നത്. എന്നാൽ ഈ വിഷയം വരും ദിവസങ്ങളിൽ എന്തായാലും വലിയ രാഷ്ട്രീയ വിഷയമായി തന്നെ മാറും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ടാറ്റ നിക്ഷേപത്തിൽ പഠിച്ചിട്ട് കാര്യങ്ങൾ പറയാം എന്നതായിരുന്നു പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ഇതിനോടുള്ള പ്രതികരണം. മാധ്യമങ്ങൾ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് മുൻ മുഖ്യമന്ത്രി കൂടിയായ പ്രതിപക്ഷ നേതാവ് ആ രീതിയിൽ പ്രതികരിച്ചത്. ഞാനിപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കമന്റിലേക്ക് പോകുന്നില്ല. ഏതാണ് വസ്തുത എന്ന് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാകുമല്ലോ. ഏതായാലും ടാറ്റ അറിഞ്ഞുകൊണ്ടൊരു കാര്യം വന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ വന്നതായിട്ട് കാണുന്നത്. ബാക്കി കാര്യങ്ങൾ വരട്ടെ, അതിനുശേഷം പറയാം. ഇപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം കൂടുതൽ പ്രതികരണം എന്നതാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. വിഴിഞ്ഞം വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളായിരുന്നു. അത് സർക്കാർ അറിഞ്ഞിട്ടില്ല എന്നത് വി ഡി സതീശൻ സഭയിൽ ഉൾപ്പെടെ പറഞ്ഞ കാര്യമാണ്. അതിൽ പിന്നീട് ഉണ്ടായ സംഭവ വികാസങ്ങൾ അത് വലിയ വിവാദമായി തുടരുമ്പോൾ തന്നെയാണ് ഇല്ലാത്ത ഒരു നിക്ഷേപത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയായ വി ഡി സതീശൻ ഒരു അഭിമുഖത്തിൽ ഇങ്ങനെ പറയുന്നതും അത് നിഷേധിച്ചുകൊണ്ട് ടാറ്റ ഗ്രൂപ്പ് രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം അഭിമുഖത്തിൽ പറയാൻ കഴിയുന്നത് എന്നതാണ് ഇവിടെ ഉയരുന്ന ചോദ്യം. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശനെതിരെ ഏറ്റവും വലിയൊരു ക്യാമ്പയിൻ ഇടതുപക്ഷം നടത്തിയത് നുണ പറയുന്ന ആളാണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിൻ്റെ ഫേസ്ബുക്ക് പേജ്, നുണേശൻ എന്ന പേജൊക്കെ വലിയ രീതിയിൽ ചർച്ചയായതാണ്. വലിയ വിമർശനവും അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. വ്യക്തിഹത്യയാണ് നടത്തുന്നത് എന്ന തരത്തിലൊക്കെ വലിയ ചർച്ചയായതാണ്. എന്തായാലും ഇപ്പോൾ മുഖ്യമന്ത്രി നുണ പറഞ്ഞു എന്ന തരത്തിലാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ച ഉയരുന്നത്. ടാറ്റ ഗ്രൂപ്പ് ഇങ്ങനെ ഒരു പ്രാഥമിക ചർച്ച പോലും നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, എന്താണ് അതിന് പ്രേരിപ്പിച്ച ഘടകം എന്നത് വിശദീകരിക്കേണ്ടുന്ന ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രി അക്കാര്യത്തിൽ വ്യക്തത വരുത്തും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ടാറ്റ നിർമ്മാണശാല വിവാദത്തിൽ പ്രതികരണവുമായി
സർക്കാർ തന്നെ രംഗത്ത് വരുന്നു എന്നൊരു വാർത്തയുണ്ട്. മിഷൻ സമുദ്രയുടെ ഭാഗമായി വരും വർഷങ്ങളിൽ സംസ്ഥാനത്തേക്ക് ആകർഷിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്ന ആകെ നിക്ഷേപത്തിന്റെ വ്യാപ്തിയെയാണ് 10,000 കോടി രൂപ. അല്ലാതെ ഏതെങ്കിലും ഒരു സ്ഥാപനവുമായി ഇത്രയും തുകയുടെ ഏക നിക്ഷേപ കരാർ അന്തിമമായി ഉറപ്പിച്ചുവെന്നല്ല. ഇതിന്റെ ഭാഗമായാണ് മലബാർ സിമന്റ്സ് ലിമിറ്റഡും ടാറ്റ പ്രോജക്ട്സ് ഗ്രൂപ്പിന്റെ ഭാഗമായ ആഡ്സൺ എഞ്ചിനീയറിംഗ് ലിമിറ്റഡും ചേർന്ന് കൊച്ചിൻ പോർട്ടിൽ കപ്പൽ നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കുന്നതിനുള്ള സംയുക്ത സംരംഭത്തിന് സൗകര്യമൊരുക്കിയത്. കൊച്ചിൻ പോർട്ട് അതോറിറ്റി ആവശ്യമായ ഭൂമി ലഭ്യമാക്കുകയും പ്രാഥമിക വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് വാർത്താക്കുറിപ്പിലാണ് ഇപ്പോൾ ഈ വിശദീകരണം നൽകിയിരിക്കുന്നത്. അതായത് ഇപ്പോൾ നിക്ഷേപം എന്ന് പറയുന്നത് 10,000 കോടി രൂപ, അത് ആകെ ലക്ഷ്യമിടുന്ന നിക്ഷേപമാണ് എന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വിശദീകരണത്തിൽ പറയുന്നത്. അല്ലാതെ അത് ഏതെങ്കിലും ഒരു സ്ഥാപനവുമായി ഇത്രയും തുകയുടെ ഏക നിക്ഷേപ കരാർ അന്തിമമായി ഉറപ്പിച്ചുവെന്നല്ല ഉദ്ദേശിച്ചത് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ആ ബൈറ്റ് കേട്ടതാണ്. മുഖ്യമന്ത്രി അഭിമുഖത്തിൽ പറയുന്നത് ഒരിക്കൽ കൂടി കേൾക്കാം. Tata is ready to invest on shipbuilding. We are going to provide the land to the Tata Group. Okay. For investing for 10,000 crores investment for shipbuilding. Many other companies are coming. Many other companies. Yeah. The vessels, cruise vessels, river cruise. And the Tata one, what does it involve? The Tata proposal? Tata's proposal, it is 10,000 crores proposal. Yeah. We are discussing on that. It will be finished within 1 month. മുഖ്യമന്ത്രി പറയുന്നത് 10,000 crore പ്രപ്പോസൽ ആണ് എന്നതാണ്. ടാറ്റ ഗ്രൂപ്പാണ് അത് നൽകിയിരിക്കുന്നതെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. പക്ഷേ സർക്കാരിന്റെ ഭാഗമായി ഇപ്പോൾ ഇങ്ങനെ ഒരു വിശദീകരണം വന്നിട്ടുണ്ട്. പക്ഷേ ഇതുകൊണ്ട് തീരില്ല. മുഖ്യമന്ത്രി തന്നെ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും. മുഖ്യമന്ത്രി പറഞ്ഞതാണ്. മുഖ്യമന്ത്രി എന്തടിസ്ഥാനത്തിൽ ടാറ്റയുടെ പേര് പറഞ്ഞു, ഇത്രയും കോടി ഇൻവെസ്റ്റ് ചെയ്യാൻ അവർ സന്നദ്ധത അറിയിച്ചു പറഞ്ഞു എന്നത് മുഖ്യമന്ത്രി തന്നെ വിശദീകരിക്കേണ്ടതാണ്. തുടർച്ചയായി 6ാം ദിവസവും ഇറാനിൽ വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് അമേരിക്ക. പുതിയ ആക്രമണങ്ങളിൽ കുറഞ്ഞത് 8 പേർ കൊല്ലപ്പെടുകയും 20 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് റിപ്പോർട്ടുകൾ. ഇത്തവണ ആക്രമണത്തിൽ സൈനിക കേന്ദ്രങ്ങൾ മാത്രമല്ല അടിസ്ഥാന സൗകര്യങ്ങളും അമേരിക്ക ലക്ഷ്യമിട്ടു എന്നതാണ് വരുന്ന റിപ്പോർട്ട്. ഗൾഫ് മേഖലയിലേക്ക് ഇറാനും ആക്രമണം നടത്തിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിനായാണ് അമേരിക്കയും ഇറാനും തമ്മിൽ ഏറ്റുമുട്ടൽ ഇപ്പോൾ കൂടുതൽ രൂക്ഷമാക്കിയിരിക്കുന്നത്. 40 ദിവസം നീണ്ട യുദ്ധത്തിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് ഹോർമുസ് കടലിടുക്ക് ഇനി ഒരിക്കലും മടങ്ങില്ല എന്നതാണ് ഇറാൻ ആവർത്തിച്ച് പറയുന്നത്. ഈ ഘട്ടത്തിൽ എവിടെ എങ്ങനെ സമാധാനം ഉരുത്തിരിയും എന്നത് വലിയ ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ്. ഇന്നലെ രാത്രി തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിനായി അമേരിക്കയും ഇറാനും തമ്മിൽ നടത്തുന്ന സൈനിക പോരാട്ടം ഗുരുതരമായ ഘട്ടത്തിലേക്ക് കടക്കുന്നതാണ് കണ്ടത്. ഹോർമുസ് കടലിടുക്കിൽ ആധിപത്യം ഉറപ്പിക്കുന്നതിനായി തുടർച്ചയായ 6ാം രാത്രിയും ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ അമേരിക്കൻ സൈന്യം ശക്തമായ വ്യോമാക്രമണമാണ് നടത്തിയത്. US സെൻട്രൽ കമാൻഡ് തന്നെ അക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇറാന്റെ സൈനിക ശേഷി കൂടുതൽ ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ആക്രമണങ്ങൾ നടത്തിയതെന്നാണ് സെൻട്രൽ കമാൻഡ് അവകാശപ്പെട്ടത്. തങ്ങൾ ആക്രമിച്ചത് സൈനിക ലക്ഷ്യങ്ങൾ മാത്രമാണെന്ന് സെൻട്രൽ കോം അവകാശപ്പെടുന്നു. തീരദേശ നിരീക്ഷണ കേന്ദ്രങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, സൈനിക ലോജിസ്റ്റിക് കേന്ദ്രങ്ങൾ, നാവികശേഷി എന്നിവയാണ് ലക്ഷ്യമിട്ടതെന്നാണ് അമേരിക്കയുടെ വിശദീകരണം. ഇറാനിലെ തുറമുഖങ്ങൾക്കെതിരായ ഉപരോധത്തിന്റെ ഭാഗമായി ഒരു കപ്പൽ പിടിച്ചെടുത്തതായും അമേരിക്ക അറിയിച്ചു. അമേരിക്കയുടെ ഏറ്റവും പുതിയ ആക്രമണങ്ങൾ ഖേഷം ദ്വീപ്, ബന്ദർ അബ്ബാസ്, ബുഷൈർ എന്നിവിടങ്ങളിലും നടന്നു. ഇറാന്റെ ഏക ആണവ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ബുഷൈർ. എന്നാൽ ഇറാന്റെ സർക്കാർ മാധ്യമങ്ങളും പ്രാദേശിക ഭരണകൂടവും പറയുന്നത് മറ്റൊന്നാണ്. അമേരിക്കൻ ആക്രമണം രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനമാണ് എന്നതാണ് ഇറാൻ ആരോപിക്കുന്നത്. സൈനിക കേന്ദ്രങ്ങൾ മാത്രമല്ല, പാലങ്ങൾ, റെയിൽവേ സ്റ്റേഷൻ, വിമാനത്താവളം തുടങ്ങിയ സാധാരണ ജനങ്ങൾ ഉപയോഗിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളെയും അമേരിക്ക ലക്ഷ്യമിട്ടു എന്നതാണ് ഇറാന്റെ ആരോപണം. ബന്ദർ അബ്ബാസിന് സമീപമുള്ള ഒരു പാലത്തിന് നേരെയുണ്ടായ ആക്രമണം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. തെക്കൻ ഇറാനിലെ ബന്ദർ അബ്ബാസ് നഗരത്തിലെ അധികൃതർ പറയുന്നതനുസരിച്ച് ആക്രമണത്തിൽ സൈനിക കേന്ദ്രങ്ങൾ മാത്രമല്ല, വൈദ്യുതി വിതരണ സംവിധാനങ്ങളും റെയിൽവേ സ്റ്റേഷനും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വൻ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നതാണ്.
ഇറാന്റെ പ്രാദേശിക ഭരണകൂടത്തിന്റെ കണക്ക് പ്രകാരം പുതിയ ആക്രമണങ്ങളിൽ 7 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. വൈദ്യുതി വിതരണ സംവിധാനങ്ങൾ തകരാറിലായതിനെ തുടർന്ന് ചില പ്രദേശങ്ങൾ മണിക്കൂറുകൾ ഇരുട്ടിലായി. ഈ സംഘർഷത്തിനിടെ ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് അതീവ നിർണായകമായ ഹോർമുസ് കടലിടുക്ക് ഇപ്പോഴും അടഞ്ഞുകിടക്കുകയാണ്. ലോകത്തെ എണ്ണ കയറ്റുമതിയുടെ വലിയൊരു പങ്ക് ഈ കടലിടുക്കിലൂടെയാണ് കടന്നുപോകുന്നത്. അതിനാൽ എണ്ണ വിതരണത്തെ, ആഗോള ഊർജ്ജ വിപണിയെയും ഇത് ഗുരുതരമായി ബാധിക്കുകയാണ്. അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസിയുടെ തലവൻ ഫാത്തിഹ് ബിറോൾ പറയുന്നത്, അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ സ്ഥിതി മെച്ചപ്പെട്ടില്ല എങ്കിൽ ലോകം വലിയ ഊർജ്ജ പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്നാണ്. ഒമാൻ ഉൾക്കടലിൽ ഒരു എണ്ണക്കപ്പലിൽ അമേരിക്കൻ സൈന്യം കയറിയതായും ഇറാന്റെ തുറമുഖങ്ങൾക്കെതിരായ ഉപരോധം ശക്തമാക്കിയതായും സെൻട്രൽകോം അറിയിക്കുന്നുണ്ട്. ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ച 3 വാണിജ്യ കപ്പലുകളെ തിരിച്ചയച്ചതായും അമേരിക്ക വ്യക്തമാക്കുന്നു. ഇതിനിടെ ഇറാനിലെ റവല്യൂഷണറി ഗാർഡ് അമേരിക്കയ്ക്കെതിരെ ശക്തമായി തിരിച്ചടി ഉണ്ടാകും എന്ന് പറയുന്നു. തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അവകാശപ്പെടുന്നു. ഒമാനിലെ അമേരിക്കയുടെ സമുദ്ര നിരീക്ഷണ റഡാർ കേന്ദ്രങ്ങളും കുവൈറ്റിലും ബഹ്റൈനിലുമുള്ള ചില കേന്ദ്രങ്ങളും ആക്രമിച്ചതായാണ് IRGCയുടെ അവകാശവാദം. സിറിയയിലെ അമേരിക്കൻ സൈനിക കമാൻഡ് കേന്ദ്രത്തിന് നേരെയും ആക്രമണം നടത്തിയതായി IRGC അറിയിച്ചു. സിറിയയിലെ അൽ തൻഫ് സൈനിക താവളത്തിന് നേരെയുണ്ടായ ആക്രമണം 2 ദിവസം മുൻപ് ഇറാനിയൻ സൈനികൻ കൊല്ലപ്പെട്ടതിനുള്ള പ്രതികാരമായിരുന്നു എന്നും ഇറാൻ അവകാശപ്പെടുന്നു. എന്നാൽ ഈ അവകാശവാദത്തോട് അമേരിക്കയോ സിറിയയോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ജോർദാൻ സൈന്യം 3 ഇറാനിയൻ മിസൈലുകൾ വെടിവെച്ച് തകർത്തതായി അറിയിച്ചിട്ടുണ്ട്. ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇറാഖിലെ കുർദിഷ് മേഖലയായ സുലൈമാനിയയിൽ ഉണ്ടായ ആക്രമണത്തിൽ 8 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈ ആക്രമണത്തിന് പിന്നിൽ ഇറാൻ ആണെന്ന് കുർദിഷ് സേന ആരോപിച്ചു. എർബിൽ നഗരത്തിന് മുകളിൽ പറന്ന 8 ഡ്രോണുകൾ വെടിവെച്ച് തകർത്തതായി കുർദിഷ് സേന അറിയിക്കുന്നു. ഈ ആഴ്ച ആദ്യം ചർച്ചകൾ പുനരാരംഭിച്ചില്ലെങ്കിൽ ഇറാനിലെ പാലങ്ങളും വൈദ്യുതി നിലയങ്ങളും ആക്രമിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആ നിലയിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കുകയാണ് അമേരിക്ക ഇപ്പോൾ ചെയ്യുന്നത്. ഇതിന് പിന്നാലെ സാധാരണ ജനങ്ങളെയും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളെയും മനഃപൂർവ്വം ആക്രമിക്കുന്നത് യുദ്ധക്കുറ്റമായി കണക്കാക്കുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ മേധാവി വോൾക്കർ ടുർക്ക് മുന്നറിയിപ്പ് നൽകി. ഈ ഘട്ടത്തിൽ ഇറാന്റെ അവകാശവാദം എന്താണെന്ന് കൂടി നോക്കാം. ഇറാന്റെ സൈനിക വക്താവ് ഇബ്രാഹിം സുൽഫഗാരി പറയുന്നത് 40 ദിവസം നീണ്ട യുദ്ധത്തിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് ഹോർമുസ് കടലിടുക്ക് ഇനി ഒരിക്കലും മടങ്ങില്ല എന്നാണ്. അമേരിക്കയാണ് ഈ നിർണായക ജലപാതയെ അസ്ഥിരമാക്കിയതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇപ്പോൾ യുദ്ധത്തിന് മുൻപുള്ള നിലയിലേക്ക് ഹോർമുസ് കൊണ്ടുവരിക എന്നത് മാത്രമാണ് അമേരിക്കയുടെ ലക്ഷ്യം. അതുമാത്രമാണ് അമേരിക്ക ഇപ്പോൾ ഈ വലിയ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നതിന് പിന്നിലുള്ള ഏക കാര്യം. സമാധാന കരാറിലേക്ക് വന്നപ്പോഴും ഹോർമുസിലെ പിടി അയക്കാൻ ഇറാൻ തയ്യാറായില്ല. അതാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത്. അതാണ് ആക്രമണം ശക്തമാക്കാൻ അമേരിക്കയെ പ്രേരിപ്പിച്ചത്. അവിടെയാണ് ഇറാന്റെ ഇപ്പോഴത്തെ നിലപാട്. ഈ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപുള്ള ഘട്ടത്തിലേക്ക് ഒരിക്കലും ഹോർമുസ് തിരിച്ചു പോകില്ല എന്ന് ഇറാൻ ആവർത്തിക്കുകയാണ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഒരു പുതിയ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിനെ എതിർക്കാൻ ഇസ്രായേൽ സർക്കാരിലെ ചില അംഗങ്ങൾ അമേരിക്കൻ ജനാഭിപ്രായത്തെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നതാണ് JD വാൻസ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒരു പോഡ്കാസ്റ്റ് അഭിമുഖത്തിലായിരുന്നു വാൻസിന്റെ ഈ വെളിപ്പെടുത്തൽ വന്നത്. ഇസ്രായേൽ സർക്കാരിനുള്ളിൽ ചിലർ അമേരിക്കയുടെ നയത്തെ മാറ്റാൻ ശ്രമിച്ചു എന്ന് വാൻസ് പറയുന്നു. അക്കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല എന്നാണ് JD വാൻസ് പറയുന്നത്. കാരണം ഈ സൈനിക നടപടി തുടരാനാണ് ഇസ്രയേൽ ആഗ്രഹിക്കുന്നതെന്നാണ് JD വാൻസ് ചൂണ്ടിക്കാട്ടിയത്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നയത്തിൽ നിന്ന് അമേരിക്കയെ മാറ്റി നിർത്താൻ ചിലർ ശ്രമിച്ചുവെന്നാണ് JD വാൻസിന്റെ ആരോപണം. ഈ പ്രസ്താവന അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധത്തിലും ഇറാനുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളിലും പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. JD വാൻസ് ഈ സമാധാന ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന വ്യക്തി കൂടിയാണ്, അമേരിക്കൻ വൈസ് പ്രസിഡന്റ്. അപ്പോൾ JD വാൻസ് ഇസ്രയേലിന് ഈ വിഷയത്തിലുള്ള താല്പര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ്. സമാധാനത്തിലേക്ക് കാര്യങ്ങൾ ഒരിക്കലും എത്തരുത് എന്ന തീരുമാനം ഇസ്രയേലിനുണ്ട് എന്നതാണ് JD വാൻസിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ട്രംപ് ഇറാന് നൽകിയിരിക്കുന്ന സമയം കുറഞ്ഞു വരികയാണ്. സമാധാനത്തിന്റെ ചർച്ചയുടെ ടേബിളിലേക്ക് ഇറാൻ എത്തിയില്ല എങ്കിൽ ഇറാനെ തകർത്ത് കളയുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ തന്നെ അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ, ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഇടങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ ഇവയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് അമേരിക്ക ആക്രമണം തുടങ്ങിയിരിക്കുന്നു എന്ന് വ്യക്തമാകുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന ആശങ്ക കൂടുതൽ കനക്കുകയാണ്.
സംഘർഷം രൂക്ഷമാകുമ്പോഴും നയതന്ത്ര ചർച്ചകൾക്ക് സാധ്യത പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല എന്നതാണ് അമേരിക്ക പറയുന്നത്. വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് പറഞ്ഞത് ഇറാനുമായി ചർച്ചകൾക്ക് പ്രസിഡന്റ് ട്രംപ് ഇപ്പോഴും തയ്യാറാണെന്നാണ്. എന്നാൽ ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കൻ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അംഗീകരിക്കില്ല എന്നും അതിന് പ്രത്യാഘാതം ഉണ്ടാകുമെന്നും അവർ മുന്നറിയിപ്പും നൽകുന്നു. അതേസമയം ഇറാന്റെ ഉന്നത ചർച്ചാ പ്രതിനിധി മുഹമ്മദ് ബാഗർ ഖാലിബാഫ് പറഞ്ഞത് രാജ്യത്തിന് പ്രയോജനമില്ലാത്ത ഒരു കരാറും അംഗീകരിക്കാൻ ഇറാൻ തയ്യാറല്ല എന്നതാണ്. ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷയാണ് ഇറാന്റെ ദേശീയ താൽപര്യമെന്നും ഖാലിബാഫ് പറയുന്നു. ഹോർമുസിൽ ഇരു രാജ്യങ്ങൾക്കും സ്വീകാര്യമായ ഒരു കരാർ അത് സാധ്യമാകുമോ എന്നതാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപുള്ള സാഹചര്യത്തിലേക്ക് എന്തായാലും ഹോർമുസ് തിരിച്ചു പോകില്ല എന്ന് പറയുമ്പോൾ അവിടെ വിട്ടുവീഴ്ചകൾക്ക് അമേരിക്ക തയ്യാറാകുമോ? മറ്റ് ലോകരാഷ്ട്രങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇറാന്റെ സ്വാധീനം ഉറപ്പിച്ചുകൊണ്ട് അതിന് സന്നദ്ധമാകുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. എന്തായാലും പ്രശ്ന പരിഹാരം ഇപ്പോഴും അകലെയാണ്. നമുക്ക് രാജ്യത്തിന്റെ റെയിൽവേ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിച്ച ദിവസമാണ് ഇന്ന്. ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ആരംഭിച്ചിരിക്കുന്നു. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ നമോ ഗ്രീൻ റെയിൽ എന്നാണ് അറിയപ്പെടുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. ട്രെയിനിന്റെ രൂപകൽപ്പനയും നിർമ്മാണവും പൂർണ്ണമായും രാജ്യത്ത് തന്നെയാണ് നടന്നത്. ലോകത്തിലെ ഏറ്റവും നീളമേറിയ ബ്രോഡ് ഗേജ് ഹൈഡ്രജൻ ട്രെയിൻ എന്ന റെക്കോർഡ് നമോ ഗ്രീൻ റെയിലിനുണ്ട്. രാജ്യത്തിന് അഭിമാനകരമായ നേട്ടമാണ് ഹൈഡ്രജൻ ട്രെയിൻ. അപ്പോൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഹരിയാനയിലെ ജിൻദിൽ നിന്നും സോനിപത്തിലേക്കാണ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. ഹൈഡ്രജൻ ട്രെയിൻ ഹരിയാനയിലെ ജിൻദിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. പൂർണ്ണമായും തദ്ദേശീയ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച ഗ്രീൻ ട്രെയിൻ പരിസ്ഥിതിക്ക് കോട്ടം വരുത്താതെയാണ് ട്രാക്കിലൂടെ ഇനി കുതിക്കുക. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി തദ്ദേശീയമായാണ് ഇതിന്റെ രൂപകൽപ്പനയും നിർമ്മാണവും പൂർത്തിയാക്കിയിരിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും നീളമേറിയ ബ്രോഡ് ഗേജ് ഹൈഡ്രജൻ ട്രെയിൻ എന്ന റെക്കോർഡോടെയാണ് നമോ ഗ്രീൻ ട്രാക്കിൽ ഇറങ്ങിയിരിക്കുന്നത്. ഹൈഡ്രജൻ റെയിൽ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന ജർമ്മനി, ജപ്പാൻ, ചൈന, അമേരിക്ക എന്നീ രാജ്യങ്ങളുടെ നിരയിലേക്കാണ് ഇതോടെ ഇന്ത്യയും അഭിമാനത്തോടെ എത്തുന്നത്. വരും വർഷങ്ങളിൽ ഷിംല, കൽക്ക പോലെയുള്ള റെയിൽവേ പാതകളിലേക്കും ഈ ഗ്രീൻ ട്രെയിനുകൾ വ്യാപിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. എന്താണ് ഹൈഡ്രജൻ ട്രെയിൻ എന്ന് വിശദമായി നോക്കിയാൽ, ഹൈഡ്രജൻ ട്രെയിൻ ഒരു വൈദ്യുത ട്രെയിൻ തന്നെയാണ്. എന്നാൽ ഇതിനാവശ്യമായ വൈദ്യുതി മുകളിലെ കമ്പികളിൽ നിന്നോ വലിയ ബാറ്ററികളിൽ നിന്നോ അല്ല ലഭിക്കുക. അതിനു പകരം ട്രെയിനിൽ തന്നെയുള്ള ഹൈഡ്രജൻ ഫ്യുവൽ സെല്ലുകൾ ഉപയോഗിച്ചാണ് വൈദ്യുതി നിർമ്മിക്കുന്നത്. റെയിൽവേ മന്ത്രാലയം വ്യക്തമാക്കുന്നതനുസരിച്ച് ഉയർന്ന മർദ്ദത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഹൈഡ്രജൻ ഫ്യുവൽ സെല്ലിനുള്ളിലെ വായുവിലുള്ള ഓക്സിജനുമായി പ്രതിപ്രവർത്തിക്കുന്നു. ഈ രാസപ്രവർത്തനം വഴി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതിയാണ് ട്രെയിനിന്റെ മോട്ടോറുകളെ ചലിപ്പിക്കുന്നത്. ഇവിടെ കത്തൽ നടക്കാത്തതിനാൽ മലിനീകരണം ഉണ്ടാകുന്ന പുകയ്ക്ക് പകരം ചൂടും നീരാവിയും മാത്രമാണ് പുറത്തേക്ക് വരിക. അത് പരിസ്ഥിതിക്ക് ഏറ്റവും അനുകൂലവുമാണ്. നിലവിൽ അമേരിക്കയിലും ജർമ്മനിയിലും ജപ്പാനിലും ചൈനയിലും മാത്രമാണ് ഹൈഡ്രജൻ ട്രെയിനുകൾ ഉള്ളത്. ഫ്ളാഗ് ഓഫ് നിർവഹിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞതുകൂടി കേൾക്കാം. ഹൈഡ്രജൻ ട്രെയിൻ ശുദ്ധവും പരിസ്ഥിതി സൗഹൃദവുമായ സ്വയം പര്യാപ്തമായ ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനുള്ള വലിയ മുന്നേറ്റം എന്നതാണ് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത്. ഈ ട്രെയിനിന്റെ ഉദ്ഘാടനം രാജ്യത്തിന്റെ സുസ്ഥിര ഗതാഗത മേഖലയിലെ ഒരു പ്രധാന നേട്ടമാണ് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ ട്രെയിൻ രാജ്യത്തിന്റെ വളർന്നുവരുന്ന സാങ്കേതിക ശേഷിയുടെ പ്രതീകമാണ് എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഭാവിയിൽ ലോകത്തിന് തന്നെ ഒരു മാതൃകയായി ഈ ഹൈഡ്രജൻ ട്രെയിൻ മാറുമെന്നും പ്രധാനമന്ത്രി आत्मविश्वासम प्रकटिപ്പിച്ചു. मैं आपको गर्व की एक और बात बताना चाहता हूं. भारत की यह हाइड्रोजन ट्रेन धुआं रहित तो है ही, ये मेक इन इंडिया का भी एक बहुत सफल उदाहरण है. इस हाइड्रोजन ट्रेन को भारत के ही इंजीनियर्स ने डिजाइन किया है, भारत की ही कंपनी ने इसको बनाया है. साथियों, यह हाइड्रोजन ट्रेन बाकी ट्रेनों से बिल्कुल अलग है. इसके लिए पूरा सिस्टम अलग चाहिए, पूरा इंफ्रास्ट्रक्चर अलग चाहिए. यहां जिंद में भी इसके लिए तमाम सारी व्यवस्थाएं बनाई गई है.
2014 से पहले अगर ये स्थिति आती तो आज हिंदुस्तान का रेलवे का काम पूरा का पूरा ठप पड़ा गया होता, क्योंकि उस समय 2014 में देश का बहुत बड़ा हिस्सा था, ऐसा था जहां हमारी ट्रेनें सिर्फ और सिर्फ डीजल से चलती थी। अब आप सोचिए, अगर डीजल आना बंद हो गया होता और डीजल से चलने वाली ट्रेनें कैसे चलती, देश कितने बड़े संकट में आ जाता। मुर्रा भैंस का दूध, दही और घी, जिंद का देसी बुरा और यहां का घेवर, ये वो यादें हैं जो जिंद से जुड़ ही जाती है। साथियों, इतने वर्षों में जिंद का घी और जिंद का घेवर तो नहीं बदला, लेकिन जिंद के तेवर बदल गए हैं। എന്തായാലും രാജ്യത്തിന് വലിയ നേട്ടമാണ് ഹൈഡ്രജൻ ട്രെയിൻ നിരത്തിലിറക്കാൻ ട്രാക്കിലിറക്കാൻ കഴിഞ്ഞത് എന്നതാണ് പ്രധാനമന്ത്രി സൂചിപ്പിക്കുന്നത്. എന്താണ് ഹൈഡ്രജൻ ട്രെയിനിന്റെ ഗുണങ്ങൾ, പ്രത്യേകതകൾ എന്നതുകൂടി നോക്കാം. മലിനീകരണം ഒട്ടുമുണ്ടാക്കാത്ത ക്ലീൻ എനർജി സാങ്കേതിക വിദ്യയാണ് ട്രെയിനിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഡീസൽ ട്രെയിനുകൾ കാർബൺ പുറന്തള്ളുന്നതിന് സമാനമായി ഹൈഡ്രജൻ പവർ ട്രെയിൻ നീരാവി മാത്രമാണ് പുറന്തള്ളുക. സീറോ എമിഷൻ ഗതാഗത സംവിധാനമാണിത്. ട്രെയിൻ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ ഗ്രീൻ ഹൈഡ്രജൻ ജിൻഡിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഒരു പ്രത്യേക പ്ലാന്റിൽ നിന്നാണ് നൽകുന്നത്. സുരക്ഷിതത്വം ഉറപ്പാക്കാൻ നൂതന സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. രാജ്യത്തെ മറ്റ് ഗതാഗത സംവിധാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ സാധാരണക്കാർക്ക് താങ്ങാനാവുന്ന ടിക്കറ്റ് നിരക്കും ശ്രദ്ധയാകർഷിക്കുന്നുണ്ട്. 5 രൂപ മുതൽ 25 രൂപ വരെയാണ് ഈ ട്രെയിനിൽ ടിക്കറ്റ് നിരക്ക്. രാജ്യത്തെ പല റെയിൽവേ സ്റ്റേഷനുകളിലെയും പ്ലാറ്റ്ഫോം ടിക്കറ്റ് നിരക്കിനേക്കാൾ കുറവാണ് ഹൈഡ്രജൻ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനുള്ള കുറഞ്ഞ ടിക്കറ്റ് നിരക്ക് എന്ന സാരം. പാതയുടെ വൈദ്യുതീകരണം സാധ്യമല്ലാത്ത റൂട്ടുകളിൽ ഹൈഡ്രജൻ ട്രെയിനുകൾ പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നതാണ് മറ്റൊരു സാധ്യത. വൈദ്യുതീകരണത്തിനുള്ള ചെലവ് ഒഴിവാക്കാമെന്ന മെച്ചവും റെയിൽവേയെ സംബന്ധിച്ച് കിട്ടും. മണിക്കൂറിൽ 75 കിലോമീറ്ററാണ് വേഗത. ഇത് മണിക്കൂറിൽ 120 കിലോമീറ്റർ വരെയായി ഉയർത്താനും സാധിക്കും. 356 കിലോമീറ്റർ സഞ്ചരിക്കാനായി 300 കിലോ ഹൈഡ്രജനാകും വേണ്ടിവരിക. സാധാരണയായി 2 മുതൽ 4 കോച്ചുകൾ വരെയാണ് ഹൈഡ്രജൻ ട്രെയിനുകൾക്കുണ്ടാവുക. മാത്രവുമല്ല, താരതമ്യേന ചെറിയ റൂട്ടുകളിലായിരിക്കും ഇവ സർവീസ് നടത്തുക. അത് കൂടുതൽ ഇടങ്ങളിലേക്ക് റെയിൽവേ വ്യാപിപ്പിക്കാൻ സഹായിക്കും. എന്തായാലും ഇതൊരു സ്വപ്ന സാക്ഷാത്കാരമാണ്. ഈ മുന്നേറ്റത്തോടെ ഹൈഡ്രജൻ പവർ റെയിൽ സാങ്കേതിക വിദ്യ സ്വായത്തമാക്കുന്ന ചുരുക്കം രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയിരിക്കുന്നു. പരിസ്ഥിതി സൗഹൃദ പൊതുഗതാഗത സംവിധാനം വ്യാപിപ്പിക്കുന്നതിലേക്കും പരമ്പരാഗത ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിലേക്കുമുള്ള രാജ്യത്തിന്റെ മുന്നേറ്റത്തിൽ ഈ ട്രെയിൻ ഒരു വലിയ ചുവടുവയ്പായി കണക്കാക്കപ്പെടുന്നു. ഹൈഡ്രജൻ ട്രെയിൻ ഭാവിയിൽ രാജ്യത്തെ റെയിൽ കണക്ടിവിറ്റി വൻതോതിൽ മെച്ചപ്പെടുത്തുകയും സാമ്പത്തിക വളർച്ചയെ വൻതോതിൽ പിന്തുണയ്ക്കുകയും ചെയ്യും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ രാജ്യത്തിന് ഇന്ന് ആ നിലയിലൊക്കെ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ദിവസമാണ്. മ്യാൻമറിൽ നിന്ന് റോഹിംഗ്യൻ അഭയാർത്ഥികളുമായി പുറപ്പെട്ട 2 ബോട്ടുകൾ മുങ്ങി 500ഓളം പേർ മരിച്ചതായുള്ള വിവരം ഇന്നലെയാണ് പുറത്തുവന്നത്. സംഭവത്തിന്റെ കൃത്യമായ വിവരങ്ങളും മരണസംഖ്യയും ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. 2 ബോട്ടുകളിലായി മെച്ചപ്പെട്ട ജീവിതം സ്വപ്നം കണ്ട് പുറപ്പെട്ടവരാണ് കടലിൽ അപ്രത്യക്ഷരായത്. റോഹിംഗ്യൻ അഭയാർത്ഥികൾ ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്നത് ആദ്യമായല്ല. 250ഓളം പേർ സഞ്ചരിച്ച ബോട്ട് നവംബറിൽ മുങ്ങിയിരുന്നു. കഴിഞ്ഞ വർഷം ആൻഡമാൻ കടലിലും ബംഗാൾ ഉൾക്കടലിലുമായി 900ഓളം റോഹിംഗ്യൻ അഭയാർത്ഥികൾ മരിക്കുകയോ കാണാതാവുകയോ ചെയ്തിരുന്നതായാണ് കണക്ക്. ലോകത്തിലെ ഏറ്റവും അപകടം പിടിച്ച കടൽപ്പാതയിൽ ഭാഗ്യപരീക്ഷണം നടത്താൻ റോഹിംഗ്യൻ അഭയാർത്ഥികളെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? ആരാണ് ഈ മനുഷ്യരെ മരണത്തിലേക്ക് തള്ളിവിടുന്നത്? 500 മനുഷ്യർ, എത്ര വലിയ കണക്കാണത്!
മ്യാൻമറിലെ റാഖൈൻ സംസ്ഥാനത്ത് നിന്ന് പുറപ്പെട്ട ബോട്ടുകളാണ് അപകടത്തിൽപ്പെട്ടത്. ഒരു ബോട്ടിൽ 250 മറ്റൊരു ബോട്ടിൽ 280 ആളുകളുണ്ടായിരുന്നു. മരണസംഖ്യയിൽ സ്ഥിരീകരണമില്ല. യാത്ര എന്ന് തുടങ്ങിയെന്നോ അപകടം എപ്പോഴുണ്ടായെന്നോ ഒന്നും കൃത്യമായ വിവരമില്ല. ജൂൺ അവസാനയാഴ്ച ആദ്യ ബോട്ടും കഴിഞ്ഞ 8-ാം തീയതി രണ്ടാമത്തെ ബോട്ടും മുങ്ങി എന്നതാണ് കരുതപ്പെടുന്നത്. ഒരു രാത്രിയിൽ മ്യാൻമറിലെ റഖൈൻ തീരത്ത് നിന്ന് 2 ചെറിയ ബോട്ടുകളിൽ യാത്ര തിരിച്ചവരാണ്. അവരുടെ ലക്ഷ്യം മലേഷ്യയായിരുന്നു. പക്ഷേ ആ യാത്ര പൂർത്തിയാക്കാൻ അവർക്കായില്ല. ബോട്ടുകൾ കടലിൽ അപ്രത്യക്ഷമായി. ഇന്നും അവർ എവിടെയാണെന്നോ ജീവനോടെയുണ്ടോ എന്നോ ആർക്കും അറിയില്ല. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. റോഹിംഗ്യകളുടെ ഈ അപകട സഞ്ചാരം പതിറ്റാണ്ടുകളോളം നടക്കുന്നുണ്ട്. മരണവാർത്തകൾ തുടർക്കഥയാകുന്നു. എന്തുകൊണ്ടാണ് ഈ ദുരന്തം ആവർത്തിക്കുന്നത്? അത് മനസ്സിലാക്കണമെങ്കിൽ ആരാണ് റോഹിംഗ്യകൾ എന്നതുകൂടി അറിയണം. മ്യാൻമറിലെ ഒരു ന്യൂനപക്ഷ വംശീയ വിഭാഗമാണ് റോഹിംഗ്യകൾ. അവരിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളാണ്. നൂറ്റാണ്ടുകളായി അവർ മ്യാൻമറിന്റെ പടിഞ്ഞാറൻ തീരപ്രദേശമായ റഖൈൻ സംസ്ഥാനത്താണ് താമസിക്കുന്നത്. അവർക്ക് സ്വന്തമായ ഒരു ഭാഷയുണ്ട്, റോഹിംഗ്യ അഥവാ റുവാങ്ക ഭാഷ. എന്നാൽ മ്യാൻമർ സർക്കാർ അവരെ രാജ്യത്തെ ഔദ്യോഗിക വംശീയ വിഭാഗങ്ങളിലൊന്നായി അംഗീകരിക്കുന്നതേയില്ല. 1982 വന്ന പൗരത്വ നിയമം അവരുടെ ജീവിതം പൂർണ്ണമായും മാറ്റിമറിച്ചു. ആ നിയമത്തിന് ശേഷം ലക്ഷക്കണക്കിന് റോഹിംഗ്യകൾക്ക് മ്യാൻമർ പൗരത്വം നിഷേധിക്കപ്പെട്ടു. ഒരു രാജ്യമുണ്ട്, പക്ഷേ ആ രാജ്യത്ത് അവർക്ക് പൗരത്വമില്ല, യാതൊരു അവകാശവുമില്ല. സ്വന്തം നാട്ടിൽ തന്നെ അവർ രാജ്യമില്ലാത്ത ജനവിഭാഗമായി മാറി. ഇന്ന് മ്യാൻമറിൽ ഏകദേശം 11 ലക്ഷം റോഹിംഗ്യകൾ ഉണ്ടെന്നാണ് കണക്ക്. അവരിൽ ഭൂരിഭാഗവും റഖൈൻ സംസ്ഥാനത്താണ് താമസിക്കുന്നത്. പക്ഷേ അവർക്ക് സ്വന്തം ഗ്രാമം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ പോലും സർക്കാരിന്റെ അനുമതി വേണം. വിദ്യാഭ്യാസം, ആരോഗ്യ സേവനം, തൊഴിൽ, സ്വതന്ത്ര സഞ്ചാരം ഇതെല്ലാം അവർക്ക് പരിമിതമാണ്. റഖൈൻ മ്യാൻമറിലെ ഏറ്റവും ദരിദ്രമായ സംസ്ഥാനങ്ങളിലൊന്നാണ്. റഖൈൻ സംസ്ഥാനത്ത് ഇപ്പോഴും ഏകദേശം ലക്ഷക്കണക്കിന് റോഹിംഗ്യകൾ കഴിയുന്നുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത ക്യാമ്പുകളിലും ഒറ്റപ്പെട്ട കുടിയിരിപ്പുകളിലുമാണ് ആയിരക്കണക്കിന് കുടുംബങ്ങൾ ജീവിക്കുന്നത്. ഇതിനിടെ റഖൈൻ സംസ്ഥാനം ആഭ്യന്തര യുദ്ധത്തിന്റെ കേന്ദ്രമായി മാറി. ഒരു വശത്ത് മ്യാൻമർ സൈന്യം, മറുവശത്ത് അറാക്കൻ ആർമി. ഈ 2 ശക്തികൾക്കുമിടയിൽ കുടുങ്ങിയത് റോഹിംഗ്യകൾ. സൈന്യം നിർബന്ധിത റിക്രൂട്ട്മെന്റ് നടത്തുന്നു. അറാക്കാൻ ആർമിക്കെതിരെയും മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ആരോപണങ്ങളുണ്ട്. ഒരു വശത്ത് യുദ്ധം, മറുവശത്ത് വിശപ്പും ഭയവും. അവർക്ക് മുന്നിൽ അവശേഷിക്കുന്നത് ഒറ്റ വഴി മാത്രമാണ്: എങ്ങനെയെങ്കിലും ആ നാട്ടിൽ നിന്ന് രക്ഷപ്പെടുക, അഭയാർത്ഥികളായി എവിടേക്കെങ്കിലും എത്തുക. ഈ മനുഷ്യരുടെ ഈ ദുരവസ്ഥ ചൂഷണം ചെയ്യുകയാണ് മനുഷ്യക്കടത്ത് സംഘങ്ങൾ. മലേഷ്യയിലെ എത്തിക്കാം എന്നൊക്കെയുള്ള വാഗ്ദാനം നൽകിയാണ് ഇവരെ അവർ സമീപിക്കുക. ഇതിനകം 2 ലക്ഷം റോഹിംഗ്യകൾ മലേഷ്യയിൽ താമസിക്കുന്നുണ്ട്. അവിടെയാണ് ഏറ്റവും ആകർഷകമായ ലക്ഷ്യസ്ഥാനം. ഒരാൾക്ക് ഏകദേശം $3000 ഒക്കെയാണ് ഈ തട്ടിപ്പ് സംഘം ആവശ്യപ്പെടുന്നത്. കഴിയുന്നത്ര ആളുകളെ പഴകിയ മത്സ്യബന്ധന ബോട്ടുകളിൽ കയറ്റും. ശേഷം കടലിലൂടെ അപകടകരമായ യാത്രയാണ്. പണം മുഴുവൻ നൽകാൻ കഴിയാത്തവരെ പല വിധത്തിൽ ഉപദ്രവിക്കും. അവരുടെ ദുരിതത്തിന്റെ വീഡിയോ കുടുംബങ്ങൾക്ക് അയച്ച് പണം ആവശ്യപ്പെടും. പ്രതീക്ഷയെപ്പോലും കച്ചവടമാക്കുന്ന ഒരു ക്രൂരമായ മാഫിയ സംഘമാണ് പ്രവർത്തിക്കുന്നത്. അടുത്തിടെ കാണാതായ 2 ബോട്ടുകളും ഇപ്പോൾ അപകടത്തിൽപ്പെട്ടു എന്ന് നമ്മൾ കരുതുന്ന അവരുടെ അവസാന യാത്ര അത്തരമൊരു യാത്രയായിരുന്നു. ജൂൺ 29 റുഖൈനിൽ നിന്ന് പുറപ്പെട്ട അവയിൽ ഏതാണ്ട് 530ഓളം പേരെ കുത്തി നിറച്ചിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അതിൽ സ്ത്രീകളും കുട്ടികളും ഒക്കെയുണ്ട്. എല്ലാവരും ഒരു പുതിയ ജീവിതം സ്വപ്നം കണ്ടവരായിരുന്നു. പക്ഷേ കടലിൽ ആ ബോട്ടുകൾ അപ്രത്യക്ഷമായിരിക്കുന്നു. ബംഗ്ലാദേശ് തീരത്ത് ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. മ്യാൻമറിന്റെ തെക്കൻ തീരത്തും മറ്റും മൃതദേഹങ്ങൾ കണ്ടെത്തി. ഇതെല്ലാം കൂട്ടിച്ചേർത്താണ് ഈ വാർത്തയും കണക്കുകളും ഒക്കെ പുറത്തുവരുന്നത്. ആ ബോട്ടുകൾ കടലിൽ അകപ്പെട്ടിരിക്കാം എന്നതാണ് കരുതപ്പെടുന്നത്. ഇതാദ്യ സംഭവമല്ല എന്ന് നേരത്തെ തന്നെ സൂചിപ്പിച്ചു. പതിറ്റാണ്ടുകളായി റോഹിംഗ്യകൾ ഇത്തരത്തിൽ കടൽ കടക്കാൻ ശ്രമിക്കുകയാണ്. 100 കണക്കിന് ആളുകൾ ഓരോ വർഷവും യാത്രക്കിടെ മരിക്കുന്നു. പലരുടെയും മൃതദേഹങ്ങൾ പോലും ഒരിക്കലും കണ്ടെത്താനാകുന്നില്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ റോഹിംഗ്യകൾ കഴിയുന്നത് ബംഗ്ലാദേശിലെ അഭയാർത്ഥി ക്യാമ്പുകളിലാണ്. ലോകത്തെ ഏറ്റവും വലിയ അഭയാർത്ഥി ക്യാമ്പുകളിലൊന്നാണത്. എന്നാൽ അവിടെയും സ്ഥിതി മെച്ചമല്ല. സഹായധനം കുറയുന്നു, തൊഴിലവസരങ്ങളില്ല, ക്യാമ്പിന് പുറത്തേക്ക് പോകാൻ അനുമതിയില്ല, കുറ്റകൃത്യ സംഘങ്ങളുടെ സ്വാധീനം വർദ്ധിച്ചു വരുന്നു. അതിനാൽ അവിടെ നിന്നും ആയിരക്കണക്കിന് ആളുകൾ വീണ്ടും കടൽ യാത്ര
ഇതുപോലെയുള്ള അഭയാർത്ഥി പ്രവാഹമൊക്കെ നടക്കുകയാണ്. ഐക്യരാഷ്ട്രസഭ റോഹിംഗ്യകൾക്കായി സുരക്ഷിതമായ വഴികൾ ഒരുക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അവരെ സ്ഥിരമായി സ്വീകരിക്കാൻ രാജ്യങ്ങൾ ഓരോന്നും മടിക്കുകയാണ്. അതിനാൽ ഓരോ വർഷവും പ്രതീക്ഷ നിറച്ച ബോട്ടുകൾ കടലിലേക്ക് വീണ്ടും പുറപ്പെടും. പലതും ലക്ഷ്യസ്ഥാനത്തെത്താതെ ഇങ്ങനെയൊക്കെ ഒടുങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. കടൽ വിഴുങ്ങിയത് 2 ബോട്ടുകളെ മാത്രമല്ല, പൗരത്വം നിഷേധിക്കപ്പെട്ട, സ്വന്തം നാട്ടിൽ അന്യരാക്കപ്പെട്ട നൂറുകണക്കിന് കുടുംബങ്ങളുടെ പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും ഒക്കെയാണ്. ജീവിക്കാൻ പോലും അവകാശം നിഷേധിക്കപ്പെട്ട ഒരു ജനതയുടെ ദുരന്തത്തിന്റെ മറ്റൊരധ്യായം കൂടിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് ലോകം ഇത്രയും സംസാരിക്കുന്ന കാലത്ത് എന്തുകൊണ്ടാണ് ഒരു ജനത ഇന്നും ഈ ദുരിതത്തിന് ഇരയാകുന്നതെന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ബംഗാൾ ഉൾക്കടലിൽ മുങ്ങിയ ബോട്ടുകളിൽ ഉണ്ടായിരുന്നത് മനുഷ്യരല്ലേ? അവിടെ നഷ്ടപ്പെടുന്ന ജീവനുകൾ മനുഷ്യരാശിക്ക് മുന്നിൽ ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുന്നു. നമ്മുടെ ഫോക്കസ് വാർത്തകളുടെ സമയം അവസാനിക്കുകയാണ്. നമുക്ക് മറ്റു വാർത്തകൾ ഇനി വളരെ വേഗത്തിൽ നോക്കാം. 3 ജോഡി ആനക്കൊമ്പുകൾ മോഹൻലാൽ മറച്ചുവെച്ചെന്ന് ആക്ഷേപം. സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് പരാതിക്കാരനായ അഭിഭാഷകൻ എബ്രഹാം പി മീഞ്ചങ്കര വനം വകുപ്പ് പരിശോധനയിൽ 5 ജോഡി ആനക്കൊമ്പുകൾ കണ്ടെത്തിയിരുന്നു. 2 ജോഡി മാത്രമേ ഉള്ളൂ എന്നായിരുന്നു മോഹൻലാലിന്റെ വെളിപ്പെടുത്തൽ. പാലക്കാട് വിദ്യാർത്ഥികൾക്ക് നേരെ ലോറി പാഞ്ഞു കയറിയ അപകടം. യുവക്ഷേത്ര കോളേജിലെ വിദ്യാർത്ഥി മുഹമ്മദ് ഫർഹാൻ മരിച്ചു. 4 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പാലക്കാട് മുണ്ടൂർ 9-ാം മൈലിലായിരുന്നു അപകടം. ആശുപത്രി മാലിന്യവുമായി പോവുകയായിരുന്ന ലോറി വിദ്യാർത്ഥികൾക്ക് നേരെ ഇടിച്ചു കയറുകയായിരുന്നു. നീറ്റ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. യോഗ്യത നേടി 11 ലക്ഷത്തോളം വിദ്യാർത്ഥികളിൽ 58% പെൺകുട്ടികൾ. സംസ്ഥാന തലത്തിൽ 1-ാം റാങ്ക് കരുനാഗപ്പള്ളി സ്വദേശി നീരജിന്. +1 പരീക്ഷാ ഫലം വൈകിട്ട്. ADGP MR അജിത് കുമാറിനെ ഉടൻ സസ്പെൻഡ് ചെയ്തേക്കില്ല. വകുപ്പ് തല അന്വേഷണത്തിലേക്ക് ആഭ്യന്തര വകുപ്പ് കടന്നേക്കുമെന്ന സൂചന. SITയുടെ അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി തിങ്കളാഴ്ച ആഭ്യന്തരമന്ത്രിക്ക് കൈമാറിയേക്കും. അജിത് കുമാറിൽ നിന്ന് അതിനു മുൻപേ വിശദീകരണം തേടാനും സാധ്യത. വകുപ്പ് തല അന്വേഷണം ഉണ്ടായാലും DGPയായുള്ള അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റത്തെ ബാധിക്കുമെന്ന് സർക്കാർ കേന്ദ്രങ്ങൾ. വഖഫ് ബോർഡിൽ സർക്കാരിന് സംഘപരിവാർ അജണ്ട ആരോപിച്ച് പ്രതിപക്ഷ നേതാവ്. വഖഫ് ബോർഡിനെ നിർജ്ജീവമാക്കിയ കോടതി ഇടപെടലിന് വഴിയൊരുക്കിയത് സർക്കാർ നയങ്ങൾ. അമുസ്ലിങ്ങളെ ബോർഡ് അംഗങ്ങളാക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിന് സർക്കാർ കൂട്ടുനിൽക്കുന്നുവെന്ന് പിണറായി. BJP തെരഞ്ഞെടുപ്പ് ഫണ്ട് കൊള്ളയിൽ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയ മുൻ സംസ്ഥാന സെക്രട്ടറി MP അഞ്ജന. തനിക്കെതിരെ സൈബർ ആക്രമണം നടന്നുവെന്ന് പരാതി. പാണക്കാട് സാധിക്കലി തങ്ങളെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തൂഫാൻ വാരിയർ ബാഡ്ജ് അണിയിച്ചു. പാണക്കാട് കുടുംബവുമായുള്ളത് ഏറെക്കാലത്തെ ബന്ധമെന്ന് ചെന്നിത്തല. സന്ദർശനത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ല എന്നും മന്ത്രി. അതേസമയം KSUമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് ആഭ്യന്തരമന്ത്രി പ്രതികരിച്ചില്ല. കോൺഗ്രസിലെ മാധ്യമ വക്താക്കളെ നീക്കണമെന്ന് VD സതീശൻ പക്ഷം. ജിൻഡോ ജോണിനെയും BR അനൂപിനെയും വക്താക്കൾ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് KPCCക്ക് കത്ത് നൽകി. ഇരുവരും ചാനൽ ചർച്ചകളിലും സമൂഹമാധ്യമങ്ങളിലും VD സതീശനെ വിമർശിച്ചതിന് പിന്നാലെയാണ് കത്ത്. കൊച്ചിയിൽ സെൻസസ് ഡ്യൂട്ടിക്കെത്തിയ ഉദ്യോഗസ്ഥയോട് മോശമായി പെരുമാറിയത് 55-കാരൻ അറസ്റ്റിൽ. മുളന്തുരുത്തിയിലാണ് സംഭവം. മോശമായി പെരുമാറിയെന്നും അസഭ്യം പറഞ്ഞുവെന്നും പരാതി. ശശികുമാർ എന്നയാളാണ് അറസ്റ്റിലായത്. സംസ്ഥാനത്ത് 11 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴിച്ചുള്ള ജില്ലകളിലാണ് അറിയിപ്പുള്ളത്. തൃശൂർ ഓറഞ്ച് അലർട്ട്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ട്. കടലിൽ 45 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യത. എന്നാൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. കേരള മിനറൽസ് വെസ്റ്റിംഗ് ഓഫ് റൈറ്റ്സ് നിയമം ഹൈക്കോടതി റദ്ദാക്കി. സ്വകാര്യ ഭൂമിയിലെ ധാതു അവകാശം സംസ്ഥാനത്തിനെന്ന നിയമമാണ് കോടതി അസാധുവാക്കിയത്. നിയമപ്രകാരം ഈടാക്കിയ റോയൽറ്റി ഭൂ ഉടമകൾക്ക് തിരികെ നൽകാനും കോടതി നിർദ്ദേശിച്ചു. നഷ്ടപരിഹാരമില്ലാതെ സ്വകാര്യ ധാതു അവകാശം ഏറ്റെടുക്കാനാവില്ലെന്നും ഹൈക്കോടതി. സ്വത്തവകാശം സംരക്ഷിക്കുന്ന ഭരണഘടനാ വ്യവസ്ഥകൾ ലംഘിച്ചതായി നിരീക്ഷണം. ഇനി സായനയാത്രയിലേക്ക്. ഒരു വ്യാഴവട്ടക്കാലത്തിന്റെ നീലവസന്തവുമായി ഇടുക്കി വീണ്ടും കുറിഞ്ഞിപ്പൂക്കാലത്തിനൊരുങ്ങുകയാണ്. മൂന്നാറിലെ ചൊക്രമുടി ഉൾപ്പെടെയുള്ള മലനിരകൾ അടുത്ത സെപ്റ്റംബറോടെ നീലപ്പട്ടുടുക്കും.
പശ്ചിമഘട്ട മലനിരകൾ ഒരിക്കൽ കൂടി നീലവസന്തത്തിന് ഒരുങ്ങുകയാണ്. 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂവിടുന്ന സ്ട്രോബിലാന്തസ് കുന്തിയാന ഇനത്തിൽപ്പെട്ട കുറിഞ്ഞിപ്പൂക്കളാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളോടെ മൂന്നാറിനെ നീലക്കടലാക്കി മാറ്റുക. ഇത്തവണ ഇരവികുളം ദേശീയോദ്യാനത്തിന് പുറത്തുള്ള 5 സ്വാഭാവിക പുൽമേടുകളിലാണ് പ്രധാനമായും കുറിഞ്ഞി വിരുന്നെത്തുന്നത്. ചൊക്രമുടി, മീശപ്പുലിമല, എടലിമേട്, സെവൻമല, ഗുണ്ടുമല എന്നീ 5 കേന്ദ്രങ്ങളിൽ ഇതിനോടകം തന്നെ കുറിഞ്ഞിച്ചെടികൾ പലതും പൂവിട്ടു തുടങ്ങിയിട്ടുണ്ട്. ഈ കുറിഞ്ഞി സീസണിൽ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമാകുന്നത് പരിസ്ഥിതിലോല പ്രദേശമായ ചൊക്രമുടി മലനിരകളാണ്. മുൻ വർഷങ്ങളിൽ റിസോർട്ട് മാഫിയകൾ കയ്യേറി തച്ചുടച്ച 13 ഏക്കറിലധികം ഭൂമിയുടെ പട്ടയം റദ്ദാക്കി സർക്കാർ അത് പൂർണ്ണമായും തിരിച്ചുപിടിച്ചിരുന്നു. മനുഷ്യന്റെ കടന്നുകയറ്റങ്ങൾ ഒഴിഞ്ഞതോടെ പ്രകൃതി അതിന്റെ സ്വാഭാവികത വീണ്ടെടുത്തതിന്റെ അടയാളമാണ് ചൊക്രമുടിയിൽ ഇപ്പോൾ ദൃശ്യമാകുന്ന കുറിഞ്ഞിച്ചെടികൾ. ചൊക്രമുടിക്ക് ചുറ്റും ജീവിക്കുന്ന മുതുവാൻ ആദിവാസി വിഭാഗത്തിന് തങ്ങളുടെ പവിത്രമായ മലനിരകൾ പഴയ പ്രതാപം വീണ്ടെടുക്കുന്നതിന്റെ ഒരു പുണ്യനിമിഷം കൂടിയാണിത്. ഈ നീലക്കുറിഞ്ഞ് പൂക്കുന്ന വർഷം പക്ഷേ തേനീച്ച പെരുന്തേനീച്ചൊക്കെ കടിക്കും. പക്ഷേ തേൻ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ തേനെടുത്ത് ഞങ്ങൾ ജീവിച്ചുകൊണ്ട് ഈ ഒരു സെപ്റ്റംബർ ഒക്ടോബർ രാവിലും മൊത്തമായിട്ട് പൂക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കുറിഞ്ഞി സീസൺ പ്രമാണിച്ച് വൻതോതിലെത്തുന്ന സഞ്ചാരികളെ വരവേൽക്കാൻ ജില്ലാ ഭരണകൂടം അനൌദ്യോഗികമായി ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ദേവികുളം സബ് കളക്ടർ VM ആര്യയുടെ നേതൃത്വത്തിൽ വനംവകുപ്പ്, KFDC, TTPC, വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ തുടങ്ങിയ വിവിധ വകുപ്പുകളുടെ അടിയന്തര യോഗം കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു. സന്ദർശകരുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി ഓൺലൈൻ സ്ലോട്ട് ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്താനാണ് പ്രധാന തീരുമാനം. മേഖലയിലെ കനത്ത ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ KSRTC ബസ്സുകൾ ഉൾപ്പെടെയുള്ള പൊതുഗതാഗത സംവിധാനവും കൂടുതൽ ശക്തിപ്പെടുത്തും. കർണാടക, തമിഴ്നാട്, ഗോവ സംസ്ഥാനങ്ങളിലെ പശ്ചിമഘട്ട മലനിരകളിൽ നീലക്കുറിഞ്ഞി പൂവിടാറുണ്ടെങ്കിലും മൂന്നാറിന്റെ മണ്ണിലാണ് വ്യാപകമായി പൂവിടുന്നത്. 1 മുതൽ 12 വർഷം വരെയുള്ള ഇടവേളകളിൽ പൂക്കുന്ന 64 ഇനം കുറിഞ്ഞികളാണ് പശ്ചിമഘട്ടത്തിലുള്ളത്. ഇതിൽ 47 എണ്ണം മൂന്നാറിലുണ്ട്. ന്യൂസ് 18 ഇടുക്കി. നിങ്ങളുടെ പ്രതിനിധി പ്രിൻസാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. എന്തായാലും ഓണം അവധി വരാൻ പോവുകയാണ്. അപ്പോൾ മൂന്നാറാണ് യാത്രയെങ്കിൽ ചൊക്രമുടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോയാൽ നീലക്കുറിഞ്ഞി കാണാം. നമ്മുടെ നേരം വൈകുന്നേരത്തിൻ്റെ ഇന്നത്തെ സമയം അവസാനിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം. എല്ലാ പ്രേക്ഷകർക്കും നന്ദി.